ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഒരു കടക്കാരനാക്കി മാറ്റുന്നുണ്ടെങ്കിലോ? അതെങ്ങനെ ശരിയാകുമല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്ത് ഈ ഒരു ചെറിയ ഉപകരണം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക കെണികളിലൊന്ന്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്കിന്നൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാര്യം പരിശോധിച്ചാലോ? ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിക്കേ. കഴിഞ്ഞ മാസം നിങ്ങളുടെ പണം എങ്ങോട്ടാ പോയതെന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഓരോ ചെറിയ UPI പേയ്മെന്റും, നമ്മൾ കുടിച്ച ചായ, ഓട്ടോയ്ക്ക് കൊടുത്ത കാശ്, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തത്. സത്യം പറഞ്ഞാൽ നമ്മളിൽ മിക്കവർക്കും ഈ ചെറിയ ഇടപാടുകളൊന്നും ഓർമ്മ പോലും കാണില്ല, അല്ലേ? പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കുഞ്ഞു തുകകൾ ചേർന്നാണ് ഒരു വലിയ ചോർച്ചയുണ്ടാക്കുന്നത്. ഇതൊന്ന് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സംഖ്യ കിട്ടുമല്ലോ. ചിലപ്പോ ഒറ്റനോട്ടത്തിൽ അതൊരു ചെറിയ തുകയായിട്ടൊക്കെ തോന്നാം, പക്ഷേ സത്യം അങ്ങനെയല്ല. ഇത് ശരിക്കും നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ ഇളക്കുന്ന ചിതലുകളെ പോലെയാണ്. നമ്മളൊന്നും അറിയുന്നില്ല, പക്ഷേ ഓരോ മാസവും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പണം ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞത് എത്ര ശരിയാണല്ലേ? ഇതൊരു സാധാരണ ചെലവല്ല, ഇതൊരു മുറിവാണ്. ഓരോ തവണയും നമ്മൾ ഒരു കാര്യവുമില്ലാതെ UPI വഴി പണം അയക്കുമ്പോൾ നമ്മൾ അവിടെ കളയുന്നത് വെറും പൈസയല്ല, നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച നമ്മുടെ വിലപ്പെട്ട സമയത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ ഇത് വെറുമൊരു ചെലവല്ല, അതൊരു മുറിവ് തന്നെയാണ്. അപ്പോ ഈ മുറിവ് എന്ന് പറയുന്നത് എന്റെയോ നിങ്ങളുടെയോ മാത്രം ഒരു പ്രശ്നമല്ല, ഇതൊരു വലിയ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു പുതിയ ട്രെൻഡായത് മാറിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാലത്ത് സമ്പാദ്യശീലത്തിന് പേരുകേട്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷെ ഇന്ന് നമ്മൾ പതിയെ പതിയെ ഒരു കടം വാങ്ങുന്ന സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഈ കാണുന്ന സംഖ്യ കണ്ടോ, 2 ലക്ഷം കോടി രൂപ. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ത്യയിൽ വെറും ഒരൊറ്റ മാസം കൊണ്ട് ക്രെഡിറ്റ് കാർഡ് വഴി മാത്രം ആളുകൾ ചെലവഴിച്ച പണമാണത്. ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ഷോപ്പിംഗ് ശീലങ്ങൾ എത്ര ഭീകരമായിട്ടാണ് കടം വാങ്ങുന്നതിലേക്ക് മാറിയിരിക്കുന്നതെന്നാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, വെറും കുറച്ചു വർഷം മുൻപ്, അതായത് 2019 30% നമ്മുടെ കുടുംബങ്ങളുടെ കടബാധ്യത ഇന്നത് 42% കുതിച്ചുയർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയെല്ലാം കുടുംബങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളൊരു കടക്കെണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമാണല്ലേ? അപ്പൊ നോക്കൂ, ഒരു സൈഡില് കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ മറുഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സമ്പാദ്യശീലം അത് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ തലമുറ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ആ ഒരു സമ്പാദ്യ സംസ്കാരമുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ എത്ര ദൂരം മാറിപ്പോയല്ലേ? അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്? ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ലോ. ഇതിന്റെയൊക്കെ പിന്നില് നമ്മൾ അറിയാതെ നമ്മളെ വീഴ്ത്തുന്ന 3 പ്രധാനപ്പെട്ട ഡിജിറ്റൽ കെണികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, പണ്ടൊക്കെ ഒരു സാധനം വാങ്ങണമെങ്കിൽ എന്തൊക്കെയായിരുന്നു പാട്. ടിവിയിൽ പരസ്യം കാണും, പിന്നെ റെഡിയായി കടയിലേക്ക് പോകണം, അവിടെ ചെന്ന് വിലപേശണം, അവസാനം കയ്യിൽ നിന്ന് പണം എടുത്തു കൊടുക്കുമ്പോ ഒരു വേദനയുണ്ട്. നമുക്കറിയാം പണം പോവുകയാണെന്ന്. പക്ഷെ എന്നോ ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കാണുന്നു, ഒന്നങ്ങ് ടാപ്പ് ചെയ്യുന്നു, UPI പിൻ അടിക്കുന്നു, കഴിഞ്ഞു, സാധനം വീട്ടിലെത്തും. ആ പണം ചെലവഴിക്കുന്നതിലെ ബുദ്ധിമുട്ടും വേദനയുമെല്ലാം ടെക്നോളജി അങ്ങ് ഇല്ലാതാക്കി. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പോ പണം ചിലവഴിക്കുന്നത് എളുപ്പമാക്കിയതു മാത്രമല്ല ഇവിടത്തെ പ്രശ്നം. അതിലും വലിയ പ്രശ്നം കടം വാങ്ങുന്നതാണ്. അതും ഇപ്പോ വെറും ഒരു ക്ലിക്കില് കിട്ടും. അതാണ് നമ്മുടെ രണ്ടാമത്തെ കെണി. ഒരുതരം ഡിജിറ്റൽ ലോൺ പകർച്ചവ്യാധി തന്നെയാണിത്. ഓർക്കണം, ഈ ലോണുകളൊന്നും ആളുകൾ എടുക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യത്തിനല്ല. മിക്കതും പുതിയ ഫോൺ വാങ്ങാനും യാത്ര പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഈ കണക്കുകളെ നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ഡിജിറ്റൽ ലോൺ എടുക്കുന്നവരിൽ 37% പേരും അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? പുതിയ ഫോണുകളും മറ്റു ഇലക്ട്രോണിക് സാധനങ്ങളും വാങ്ങാൻ. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, കുറച്ചു വർഷം മുമ്പ് ഇത് വെറും 1% മാത്രമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ പ്രയോറിറ്റികൾ എത്ര പെട്ടെന്നാണ് മാറിമറിഞ്ഞതെന്ന്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ കെണിയാണ്. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും അപകടകരമായ കെണിയും ഇതുതന്നെയാവാം. ഇതുവരെ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി, അതായത് ട്രാക്ക് ചെയ്തിട്ടാണ് കമ്പനികൾ നമുക്ക് പരസ്യം കാണിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ ഒരു പടി കൂടി കടന്നു. കുറച്ചുകൂടി അപകടകരമായ ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതെ, അവരിപ്പോ നമ്മളെ വെറുതെ ട്രാക്ക് ചെയ്യുകയല്ല, അവർ നമ്മളെ പ്രവചിക്കുകയാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്.
എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു സാധനം വാങ്ങണം എന്ന് തോന്നുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് എന്ത് വാങ്ങാനായിരിക്കും ആഗ്രഹമെന്ന് AI പ്രവചിക്കും. എന്നിട്ട് കൃത്യമായി അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ ഫ്രണ്ട്സിന്റെ വെക്കേഷൻ ഫോട്ടോസ് നോക്കുന്നു. ഉടനെ AI പ്രവചിക്കും നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാൻ സാധ്യതയുണ്ടെന്ന്. നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോ കാണുന്നു. ഉടനെ AI പറയും നിങ്ങൾ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ വാങ്ങുമെന്ന്. ഇതിന്റെ പ്രധാന ടാർഗറ്റ് ജെൻ സി ആണ്, അതായത് ഏകദേശം 97-നും 2012-നും ഇടയിൽ ജനിച്ചവർ. കാരണം $860 ബില്യൺ ഭീമമായ പർച്ചേസിംഗ് പവർ അവരുടെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞാൽ AIക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെക്കാൾ നന്നായിട്ടറിയാം. ശരി, അപ്പോ ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പേടിക്കേണ്ട, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം? ഈ ഡിജിറ്റൽ കെണികളിൽ നിന്നൊക്കെ പുറത്തു കടന്നിട്ട് നമ്മുടെ പണത്തിന്റെ നിയന്ത്രണം എങ്ങനെ തിരിച്ചുപിടിക്കാം? അതിനെ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ വഴികൾ നമുക്ക് നോക്കാം. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ടൂൾ കിറ്റ് പോലെയാണ്. നിങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണം തിരിച്ചുപിടിക്കാനുള്ള ടൂൾസ്. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം, വെറും ഒരെണ്ണം ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ആ ഒരു ചെറിയ മാറ്റം പോലും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും, ഉറപ്പാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5ാമത്തെ പോയിന്റിന്റെ പവർ. അതായത് ഒരു സാധനത്തിന് വില കൊടുക്കുമ്പോൾ അതിനെ പൈസയായിട്ടല്ല കാണേണ്ടത്, പകരം ആ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്ന സമയമായിട്ട് കാണുക. അപ്പോൾ ആ 3000 രൂപയുടെ ഡിന്നറിന് വേണ്ടി നിങ്ങൾ 10 മണിക്കൂറാണ് ജോലി ചെയ്തതെങ്കിൽ ആ ഡിന്നറിന് അത്രയും വിലയുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും, അല്ലേ? അപ്പോ ഇതിന്റെയൊന്നും അർത്ഥം നമ്മൾ പൈസ ചെലവാക്കരുത്, ജീവിതം ആസ്വദിക്കരുത്, പിശുക്കനായി ജീവിക്കണം എന്നൊന്നുമല്ല കേട്ടോ, ഒരിക്കലുമല്ല. മറിച്ച് എന്താണ് ശരിക്കും ഒരു മെച്ചപ്പെട്ട ജീവിതമെന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, അതിനൊരു പുതിയ നിർവചനം കണ്ടെത്തുക. അതാണ് പ്രധാനം. ഈ ലോകം നമ്മളോട് എപ്പോഴും പറയുന്നത് എന്താണ്? വിജയമെന്ന് പറഞ്ഞാൽ വില കൂടിയ ഫോണാണ്, വലിയ കാറാണ്, ഡിസൈനർ ഡ്രസ്സുകളാണ് എന്നൊക്കെയാണ്. പക്ഷെ ഒന്നും ആലോചിച്ചു നോക്കൂ, നമുക്ക് ശരിക്കും സന്തോഷം തരുന്നത് എന്താണ്? ചിലപ്പോൾ അത് കൂട്ടുകാരുടെ കൂടെ ചിലവഴിക്കുന്ന നല്ല നിമിഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് മനസ്സമാധാനമായിരിക്കാം, അതുമല്ലെങ്കിൽ നല്ല കുറച്ച് അനുഭവങ്ങളായിരിക്കാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥ സമ്പത്തും സന്തോഷവുമൊന്നും നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളിലല്ല. അതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങളിൽ നിന്നും നമ്മൾ ഓർത്തുവെക്കുന്ന നല്ല അനുഭവങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടമ നിങ്ങൾ തന്നെയാണ്. അതിന്റെ നിയന്ത്രണം, നിങ്ങളുടെ പണത്തിന്റെ നിയന്ത്രണം, നിങ്ങളുടെ തീരുമാനങ്ങളുടെ നിയന്ത്രണം, അതൊന്നും അത്ര എളുപ്പത്തിൽ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കരുത്. അത് തിരിച്ചു പിടിക്കുക തന്നെ വേണം. അപ്പോ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇതിനെക്കുറിച്ച് ശരിക്കൊന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനു വേണ്ടി നിങ്ങൾ പണം ചെലവാക്കുന്ന ഒരു കാര്യം എന്താണ്? അതുപോലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പണം കളയുന്നത് നിർത്താൻ പോകുന്ന ഒരു കാര്യം എന്താണ്? ലോകത്തെ കാണിക്കാനല്ല, നമുക്ക് വേണ്ടി ജീവിക്കാം.